ഒരു പ്രോജക്റ്റിൽ ബാങ്കിനെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏത് ബാങ്ക്, ഏത് ബ്രാഞ്ച്, ആ ബ്രാഞ്ചിന്റെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് ആ ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, എത്രത്തോളം കാലം ആ ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത്. എന്തെന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് തയ്യാറാക്കലല്ല, നമുക്ക് ഫണ്ടാണ് ആവശ്യം. ആ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ബാങ്കാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഏതൊരു പ്രോജക്റ്റും ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് മീൻസ് പ്രോജക്റ്റിന്റെ സമ്മറി, എക്സിക്യൂട്ടീവ് സമ്മറി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്മിറ്റി അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വേണ്ടത് എന്താ? ബാങ്ക് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്കിന്റെ ഡിസിഷൻസ് ബാങ്ക് മാനേജറുമായിട്ടോ റീജിയണൽ ഓഫീസുമായിട്ടോ ഹെഡ് ഓഫീസുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ആ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു ഡിസിഷൻ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പ്രോജക്റ്റിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്.